ഭയമാണെന്ന് തിരിച്ചറിയണം. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഉച്ചയ്ക്ക് 1:30 മണിക്ക് ആ വീട്ടിലെ ബിടെക് ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥി ബ്രഷ് ചെയ്യുന്നു, പല്ല് തേക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവന് കോളേജിൽ പോകണ്ടേ, സ്റ്റഡി ലീവാണോ, അതോ അസുഖം വല്ലതും ഉണ്ടോ, എന്താ വൈകി എഴുന്നേറ്റത്? അപ്പൻ പറയുകയാണ്, അച്ഛാ അറിയില്ല, കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്, അധികം മിണ്ടാട്ടമൊന്നും ഇല്ല അച്ഛാ, കോളേജിൽ കയറിയതിന് ശേഷം വല്ലാത്ത വ്യത്യാസമാണ് അച്ഛാ. അവൻ 9:30 മണി കഴിയുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് മനസ്സില്ലാ മനസ്സോടെ വന്നിരിക്കും. അത് കഴിഞ്ഞാൽ അവൻ്റെ മുറിയിൽ കയറി വാതിലടയ്ക്കും. അവൻ്റെ മുറിയിൽ ഞങ്ങൾക്ക് പ്രവേശനമില്ല. 12 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ ഞങ്ങൾ പുറത്ത് ആവശ്യത്തിന് വേണ്ടി ഞങ്ങളുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവൻ്റെ മുറിയിൽ എപ്പോഴും അരണ്ട വെളിച്ചമുണ്ടാവും. രാത്രി 12 മണിക്കും 3 മണിക്കും 4 മണിക്കുമൊക്കെ തൻ്റെ മകൻ്റെ മുറിക്കുള്ളിൽ അരണ്ട വെളിച്ചമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അവൻ റിസർച്ച് ചെയ്യുകയല്ല, PhD തീസിസ് തയ്യാറാക്കുകയല്ല, അവൻ കോളേജിലെ അസൈൻമെൻറ്റിന് വേണ്ടി പഠിക്കുകയല്ല, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയല്ല, അവൻ യാമക്കാഴ്ചകൾ കാണുകയാണ്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം മൊബൈലാണ്, ലാപ്ടോപ്പ് അല്ല, ഡെസ്ക്ടോപ്പ് അല്ല, മൊബൈൽ മതി, എല്ലാം അതിലുണ്ട്. മുകളിലെ തള്ളവിരലാണ് പ്രസ്സിംഗ് ബട്ടൺ. ആര് വന്നാലും ഒരു പ്രസ് ചെയ്താൽ മതി, എല്ലാം മാഞ്ഞു പോകും. പിന്നെ തുറക്കണമെങ്കിൽ എന്ത് ചെയ്താലും സാധ്യമല്ല. ഫേസ് ലോക്ക്, ഫിംഗർ പ്രിന്റ്, എന്തെല്ലാം ലോക്കാണ് എന്ന് തലമുറകളുടെ, കൗമാരപ്രായക്കാരുടെ, എന്തിനേറെ കുഞ്ഞുങ്ങളുടെ, യൗവനക്കാരുടെ മൊബൈലെല്ലാം പാസ്വേഡ് ലോക്കാണ്. എനിക്ക് 2 ആൺമക്കളാണ്. വീട്ടിലെ നിബന്ധനയാണ്, അവർ 2 പേരും, മൂത്തയാൾ സെമിനാരിൽ പഠിക്കാൻ പോകുന്നു, ഇളയവൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു. നിബന്ധന എന്താണെന്നറിയാമോ? നിങ്ങളുടെ മൊബൈല് പാസ്വേഡ് ഇട്ട് പൂട്ടാൻ പാടില്ല. ഏത് സമയത്തും അപ്പന് കാണാൻ കഴിയണം, ഏത് സമയത്തും അമ്മയ്ക്ക് മൊബൈലിന് ആക്സസ് ഉണ്ടാവണം. അത് പാസ്വേഡ് ലോക്ക് ചെയ്യരുത്. കോളേജിൽ പോകുമ്പോൾ ലോക്ക് ചെയ്തോ, വീട്ടിൽ വന്നാൽ പാസ്വേഡ് ഇട്ട് പൂട്ടാൻ പാടില്ല. കുഞ്ഞുങ്ങളുടെ മൊബൈലുകൾ സ്വകാര്യതയുടെ പാസ്വേഡ് ഇട്ട് പൂട്ടാൻ പാടില്ല. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം അതാണ്, അൺലിമിറ്റഡ് ഡേറ്റയാണ്. എന്തും കാണാം, ഏത് പരിധി വരെ കാണാം. ഫോട്ടോഗ്രാഫി അഡിക്റ്റഡായി കുഞ്ഞുങ്ങൾ ഏറെയുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ കൗൺസിലിങ്ങിന് വരാറുണ്ട്. 22 വയസ്സുള്ള യൗവനക്കാരൻ്റെ അടുക്കൽ എന്ന് പറയുകയാണ്, അച്ഛാ കണ്ടു മടുത്തച്ഛ, ഭ്രാന്ത് തോന്നുകയാണ്, കാണാൻ ഇനി ഒന്നുമില്ല, എനിക്കിപ്പോൾ ഉറക്കമില്ല, കുറ്റബോധത്താൽ ഞാൻ പിടിക്കപ്പെട്ടവനാണ്, പള്ളിയിൽ പോകാൻ പേടിയാണ്, വിശുദ്ധ കുർബാന സ്വീകരിപ്പാൻ ഭയമാണ്, ആളുകളെ അഭിമുഖീകരിക്കാൻ പേടിയാണ്, അപ്പൻ്റെ മുമ്പിൽ നിൽക്കാൻ പേടിയാണ്, കോളേജിൽ പോകാൻ പേടിയാണ്, കൂട്ടുകാരുടെ മുമ്പിൽ നിൽക്കാൻ പേടിയാണ്, കുറ്റബോധത്തിന്റെ ആത്മാവിൽ ഞെരുങ്ങുകയാണ്. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കച്ച എന്ന് പറഞ്ഞു വന്ന യൗവനക്കാരൻ്റെ മുഖം ഞാൻ മറക്കില്ല പ്രിയരെ. എന്താ കാരണം? പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, പഠിപ്പിക്കാൻ അപ്പനും അമ്മ ഇല്ലാഞ്ഞിട്ടല്ല, അവൻ കാണുന്ന കാഴ്ചകൾ അവനെ ഭ്രാന്തനാക്കി. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, കൗമാരപ്രായക്കാരെ, ആരും അറിയില്ലായിരിക്കാം കേട്ടോ. നിന്റെ അപ്പൻ അറിയില്ല, നിന്റെ അമ്മയ്ക്കറിയില്ല, നിന്റെ പള്ളിയിലെ അച്ഛൻ അറിയില്ല, നിന്റെ കോളേജിലെ അധ്യാപകൻ അറിയില്ല. ആർക്കും അറിയില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരുവനുണ്ടെന്ന് മറക്കരുതേ. കുറ്റബോധത്തിൽ ഞെരുങ്ങി നീ നിന്നെ തന്നെ നശിപ്പിക്കരുതേ. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ കുടികൊള്ളുന്നുണ്ട്. നിന്റെ ശിരസിന്മേൽ ഒരു മുദ്രയുണ്ട്, മറക്കരുത്. നിന്റെ കൈകൾ വിശുദ്ധമായിരിക്കണം. 3 ഡിവൈസ് നീ ഉപയോഗിക്കും. ഞാനത് പറയണ്ടല്ലോ പ്രിയരെ. വിശുദ്ധമായ വഴികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യരുത്. നിങ്ങളോട് കാല് പിടിച്ച് പറയട്ടെ, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി കാക്കണം. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്താ നമ്മുടെ വില? പൊന്നോ വെള്ളിയോ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല. ക്രിസ്തുവേശു എന്ന നിർമ്മലവും നിർദോഷവുമായ കുഞ്ഞാടിനെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് വിസ്മരിപ്പാൻ പാടില്ല. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ വില കുറഞ്ഞവരായി ജീവിപ്പാൻ പാടില്ല, പാപത്തിൽ നിബന്ധിപ്പാൻ പാടില്ല, കുറ്റബോധത്തോടെ ജീവിക്കാൻ പാടില്ല. ഹല്ലേലൂയ. നീ വിലയുള്ളവനായി തന്നെ
ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യാഗപീഠത്തിലേക്കുള്ള വഴി 4 കൂടെയുണ്ട്. 4 വഴികൾ നമുക്ക് വീണ്ടും നാളെ ധ്യാനിക്കാം പ്രിയരെ. സമയം അല്പം വൈകിപ്പോയെങ്കിൽ ക്ഷമിക്കണമേ. നിങ്ങൾ ഒരാളെയെങ്കിലും നാളെ കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ. ഈ വചനം ഒരാളും കൂടെ കേൾക്കട്ടെ പ്രിയരെ. നിങ്ങൾക്കതിന് പ്രതിഫലമുണ്ട്. ഈ വചനവുമായി നിൽക്കുന്നതിൻ്റെ കാരണം ഇത് റിവാർഡിങ് മിനിസ്ട്രി ആയതുകൊണ്ടാണ്. ഒരു നാളിൽ തമ്പുരാൻ നമുക്ക് പ്രതിഫലം നൽകുന്നൊരു ദിവസമുണ്ട്. 39 വർഷം മുമ്പ് 15-ാമത്തെ വയസ്സിൽ ബൈബിൾ കോളേജിൽ പഠിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ എൻ്റെ പിതാവ് നൽകിയ വേദപുസ്തകമാണിത്. എനിക്ക് എന്നോട് പറഞ്ഞു, മോനെ വേറെ ഒന്നും തരാനില്ലടാ, ഇതെൻ്റെ അപ്പൻ തന്ന ബൈബിളാണ്, ഇത് ഞാൻ നിനക്ക് തരുന്നു, ഇത് നിൻ്റെ ജീവിതത്തിൻ്റെ ആധാരമായി മാറട്ടെ. വൈദികർ ജനിക്കുന്നത് സെമിനാരിയിലല്ല, ഭവനങ്ങളിലാണ്. വൈദികരെ ഉരുവാക്കുന്നത് സെമിനാരി അധ്യാപകരല്ല, മാതൃകയോടെ ജീവിക്കുന്ന മാതാപിതാക്കളാണ്. നാളെ വിശദമായി പറയാം. യാഗപീഠത്തിലേക്കുള്ള വഴി മറക്കരുതേ. യാഗപീഠത്തിലേക്കുള്ള വഴി മറക്കരുതേ. വീട്ടിലേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. നിങ്ങൾ വന്ന ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള വഴി നിങ്ങൾക്ക് നന്നായിട്ടറിയാം. യാഗപീഠത്തിലുള്ള വഴി മറന്നു പോകരുതേ. ആ വഴി എന്താണെന്ന് ഈ രാത്രി തമ്പുരാൻ പറഞ്ഞില്ലേ? അത് പരമാർത്ഥതയുടെ നേരിൻ്റെ വഴിയാണ്, അത് ആരാധനയുടെ വഴിയാണ്, അത് ത്യാഗത്തിൻ്റെ കഷ്ടതയുടെ വഴിയാണ്, അത് വേർപാടിൻ്റെ വിശുദ്ധിയുടെ വഴിയാണ്. തലകളെ വണക്കാം ദൈവസന്നിധിയിൽ. താരാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യുന്നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ, ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്ക്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് തമ്പുരാൻ ഈ രാത്രി ഇറങ്ങി വന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളോട് വ്യക്തമായി വ്യക്തിപരമായി തമ്പുരാൻ ഇടപെട്ടതിനായി സ്തോത്രം. ഹല്ലേലൂയ. മറിയയോട് തമ്പുരാൻ പറഞ്ഞത്, മാർത്തേ മാർത്ത, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണല്ലോ. ഈ ലോകത്തിൽ ആർക്കും അപഹരിക്കാൻ പറ്റാത്ത, ഒരു ശക്തിക്കും അടർത്തി മാറ്റാൻ പറ്റാത്ത നല്ല അംശങ്ങൾ വചനത്തിൽ നിന്ന് സംശീകരിപ്പാൻ തക്കവണ്ണം ഈ രാത്രി ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യപദവിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. മോറിയ മലമുകളിലേക്കുള്ള വഴി എന്താകുന്നുവെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ കർത്താവേ. ആ വഴിയിലൂടെ മാത്രം നടക്കാൻ ഞങ്ങളുടെ കാലുകളെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ തമ്പുരാൻ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് പരമാർത്ഥതയുടെ വഴിയാണല്ലോ, അത് ആരാധനയുടെ വഴിയാണല്ലോ, അത് ത്യാഗത്തിൻ്റെ വഴിയാണല്ലോ, അത് വേർപാടിൻ്റെ വഴിയാണല്ലോ കർത്താവേ. വിശുദ്ധിയുടെ വഴിയിൽ നടക്കാൻ ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നവരാണ്. ഞങ്ങളുടെ ശരീരങ്ങളെ നീ വസിക്കുന്ന മന്ദിരങ്ങളാക്കി മാറ്റുവാൻ ഞങ്ങൾ കഴിയുന്നില്ല കർത്താവേ. കുറ്റബോധത്തോടെ ജീവിക്കുന്ന അനേകർ ഈ കൂട്ടത്തിലുണ്ട് തമ്പുരാനെ. ഞങ്ങളുടെ ഉള്ളങ്ങളിലെ കുറ്റബോധത്തെ നീക്കി കർത്താവേ, പുതുശക്തിയാൽ നീ അവരെ നിറയ്ക്കണമേ, അവരെ നീ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടങ്ങിപ്പോകട്ടെ കർത്താവേ, നിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. നാളെ അധികം പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഒരാളെയും കൂടെ കൂട്ടി ഈ വചന കൂടാരത്തിൽ ചേർന്ന് വരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ശുശ്രൂഷയുടെ മഹത്വമെല്ലാം തമ്പുരാൻ സ്വീകരിക്കണമേ. അവിടുത്തെ അഭിഷിക്തദാസന്മാരെയെല്ലാം കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. മഹത്വമെല്ലാം കർത്താവിന് മശിഹായുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവ്. ഇത്രയും വൈദികരുടെ നിറസാന്നിധ്യം ശുശ്രൂഷയ്ക്ക് ഒരുപാട് ബലം പകരുന്നു. വിവിധ സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ഈ വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരോട് ചേർന്ന് ഈ വലിയ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമായി തന്നെ ഞാൻ തിരിച്ചറിയുന്നു. മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. എന്നൽപ്പം വൈകിപ്പോയത് കൊണ്ട് അവരുടെ പാട്ടുകളെല്ലാം കേൾക്കാൻ കഴിഞ്ഞില്ല.
എന്നാൽ അവരുടെ യൂണിഫോമും എല്ലാ സെറ്റിങ്സും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയെ വളരെ ഗൗരവമായി കാണുന്ന ഒരു ഗായക സംഘമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മാലാഖമാരോട് ചേർന്ന് പാടുവാൻ ലഭിക്കുന്ന ഭാഗ്യമാണല്ലോ ഇത്. എല്ലാ ഗായക സംഘങ്ങളോടും പറയുന്ന ഒരു കാര്യം ഇതാണ്: നാം വെറുതെ പാടുന്നവരായി മാത്രം തീരരുത്, പാടുന്ന പാട്ടുകളിൽ ജീവിക്കുവാൻ കഴിയണം. പാട്ട് പാടാൻ ആർക്കും കഴിയും, എന്നാൽ പാടുന്ന പാട്ടുകൾ ജീവിക്കുവാൻ ഉള്ളതാണ്. അതുകൊണ്ടാണല്ലോ പി വി തൊമ്മി ഉപദേശിയൊക്കെ പാടിയത്, പാടും ഞാൻ യേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ എന്നാണ്. 38-ാമത്തെ വയസ്സിൽ മാരകമായി കോളറ ബാധിച്ച് മരണപ്പെടുമ്പോഴും ദൈവത്തിന് നന്ദിയോടെ പാട്ടുപാടിയ ഭക്തൻ്റെ വരികളാണത്. ആയുസിൻ്റെ അന്ത്യം വരെ തമ്പുരാന് വേണ്ടി പാടാൻ പ്രിയമക്കളെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാഞ്ഞിരംകുളം ജംഗ്ഷനിലേക്ക് അടുത്ത് വന്നപ്പോൾ കമാനങ്ങൾ കണ്ട് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ചതുപോലെയല്ലല്ലോ കാഞ്ഞിരംകുളം കൺവെൻഷൻ. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ഒരു വലിയ കൺവെൻഷനാണെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ കമാനങ്ങളും വിട്ട് ഞാൻ ഈ സ്കൂൾ അങ്കണത്തിലേക്ക് കയറി വന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ആളുകളേക്കാൾ ഒടിഞ്ഞ കസേരകളാണ് കൂടുതലെന്ന് എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ മേഖലയിൽ ആദ്യമായിട്ടാണ്. എന്നെ ബഹുമാനപ്പെട്ട പോൾ രാജ് സാർ വിളിക്കുന്നത് 2024 ജനുവരി മാസം 7-ാം തീയതിയാണ്. ഇന്നേക്ക് 100 ദിവസങ്ങൾക്ക് മുമ്പാണ് സാർ എന്നെ ക്ഷണിക്കുന്നത്. ആരെന്നെ വിളിച്ചാലും ഞാൻ വിളിക്കുന്ന തീയതി എൻ്റെ ഡയറിയിൽ കുറിച്ചു വയ്ക്കും. കാഞ്ഞിരംകുളം കൺവെൻഷൻ്റെ ഡേറ്റും ഞാൻ കുറിച്ചു വയ്ക്കുന്നത് കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അന്ന് മുതൽ എല്ലാ ദിവസവും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കിയപ്പോഴും ഞാനും എൻ്റെ കുടുംബവും ഒരുമിച്ച് കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും 70-ാമത് കാഞ്ഞിരംകുളം കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വൈദികനാണ് ഞാൻ. കഴിഞ്ഞ 100 ദിവസങ്ങൾ, ഇന്ന് 100-ാമത്തെ ദിവസമാണ്. 100 ദിവസങ്ങൾ ഞാൻ മനഃപൂർവ്വമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തമ്പുരാനെ, ഇവിടെ വിതയ്ക്കപ്പെടുന്ന വചനത്തിൻ്റെ വിത്തുകൾ ഒന്നും പതിരായി പോകാൻ പാടില്ല. അത് പക്ഷികൾ കൊത്തിക്കളയാൻ പാടില്ല. അത് ആഴമില്ലാതെ വേരില്ലാതെ ഉണങ്ങിപ്പോകാൻ പാടില്ല. പാപമാകുന്ന മുള്ള ഞെരുക്കി അതിനെ ഇല്ലായ്മ ചെയ്യാൻ പാടില്ല. ഇത് 30, 60, 100 മേനി വിളവുള്ളതാകണമെന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഈ രാത്രി വചനവുമായി ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഓരോ വചന ശുശ്രൂഷയും വളരെ ഭയഭക്തിയോടെയാണ് ഞാൻ നിർവഹിക്കുന്നത്. അർത്ഥാൽ ഭയത്തോടെയാണ് ഈ ശുശ്രൂഷ നിറവേറ്റുന്നത്. കാരണം ഞാൻ പ്രഘോഷിക്കുന്ന വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. പ്രഘോഷിക്കുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഒരുപോലെ വെട്ടുന്ന വചനമാണിത്. വചനം പ്രഘോഷിക്കുന്ന ഞാനും വചനം കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ ഇന്ന് കേൾക്കുന്ന വചനത്തിന് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. ഈ ഒരു വലിയ ബോധ്യത്തോടെ, തിരിച്ചറിവോടെ വേണം വചനത്തിന് മുമ്പ് നാം ഇരിക്കാൻ. അലക്ഷ്യമായി, അശ്രദ്ധമായി, മുൻവിധിയോടെ ഒരിക്കലും ദൈവവചനത്തിൻ്റെ ശ്രോതാക്കളാകാൻ ശ്രമിക്കരുത്. ഇത് ദൈവസന്നിധിയിലുള്ള ദൈവശബ്ദം കേൾക്കുവാനുള്ള അവസരമായി നാം തിരിച്ചറിഞ്ഞ് വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും പ്രതീക്ഷയോടും തമ്പുരാൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് കാതോർക്കുവാൻ ഈ രാത്രി സാധ്യമായി തീരട്ടെ. കുറിയന്നൂർ മൂപ്പുകാട്ടിൽ ഒരു സാധു ഉപദേശിയുടെ മകനായി പിറന്ന മനുഷ്യനാണ് എമ്മി ചെറിയാൻ. ആ വീട്ടിൽ ആദ്യം പിറന്ന 3 കുഞ്ഞുങ്ങളും മാരക രോഗം വന്ന് മരണപ്പെട്ടു പോയി. 4ാമത് പിറന്ന ഈ കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ അന്നത്തെ മാരാമൺ കൺവെൻഷനിൽ ചെന്ന് ആ പന്തലിനുള്ളിൽ പ്രവേശിച്ച മണത്തട്ടയിൽ മുട്ടുമടക്കി ഈ കുഞ്ഞിനെ മടിയിൽ വെച്ച് തമ്പുരാനോട് പറഞ്ഞു, കർത്താവേ, 3 കുഞ്ഞുങ്ങളുടെ അകാല മരണത്തിന് സാക്ഷ്യം വഹിച്ച മാതാപിതാക്കളാണ് ഞങ്ങൾ. ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കർത്താവേ, രോഗം പിടിപെടാൻ പാടില്ല. അവൻ്റെ ആയുസ്സിനെ മടക്കി വിളിക്കരുതേ. നീ കുഞ്ഞിനെ ജീവനോടെ തന്നാൽ നിന്റെ വേലയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ചു കൊള്ളാം. അപ്രകാരം പമ്പ മണൽത്തിട്ടയിൽ ആ വിശുദ്ധ മണ്ണിൽ മുട്ടുമടക്കി ദൈവത്തോട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവം തമ്പുരാൻ്റെ സൗഖ്യം അനുഭവിച്ച് വളർത്തപ്പെട്ട പൈതലാണ് എമ്മി ചെറിയാൻ. പഠിക്കാൻ മിടുക്കനായിരുന്നു.
നല്ലൊരു അധ്യാപകനായി കുറേ കാലം ശുശ്രൂഷിച്ചു, 5 വർഷങ്ങളോളം. ദൈവത്തിൻ്റെ വിളി അധ്യാപന ശുശ്രൂഷയല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ അധ്യാപക ജോലി രാജിവെച്ചിട്ട് ആരുമധികം കടന്നിട്ടില്ലാത്ത മധുരയിലെ സുബ്രഹ്മണ്യപുരം എന്ന പ്രദേശത്തേക്ക് എം.ഇ. ചെറിയാൻ സാർ കടന്നു പോവുകയാണ്. ഭാഷ അറിയില്ല, ദേശം അറിയില്ല, അവിടുത്തെ ജനത്തിൻ്റെ സംസ്കാരം അറിയില്ല. ഒരു കാര്യം മാത്രം അറിയാം, തന്നെ വിളിച്ച ദൈവത്തെ നന്നായി അറിയാം. ആ ദൈവത്തിൽ പൂർണ്ണമായി ശരണം വെച്ചുകൊണ്ട് എം.ഇ. ചെറിയാൻ ആ മധുരയുടെ മണ്ണിലെത്തി. സുബ്രഹ്മണ്യപുരം ആ ദേശത്ത് പാർത്ത് അവിടുത്തെ ജനത്തിൻ്റെ ഭാഷ പഠിച്ച് സംസ്കാരം ഉൾക്കൊണ്ട് അവരോട് സൗഹൃദം സ്ഥാപിച്ച് കർത്താവിൻ്റെ ജീവനുള്ള സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാനിടയായി തീർന്നു. വിവാഹിതനായി വിവാഹ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ട് മക്കളെ കൊടുത്തു. 8 കുഞ്ഞുങ്ങളുടെ അപ്പനായി. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ഒത്തിരിയേറെ പരിമിതികളുണ്ട്. അനുഗ്രഹം ആത്മീകമായി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഭൗതിക വഴികളിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ മാത്രമാണ്. ഉപജീവനത്തിനുള്ള വഴിയില്ല, സഭയുടെ സ്പോൺസർഷിപ്പില്ല, പ്രതിമാസം എണ്ണി വാങ്ങാൻ ശമ്പളമില്ല. രക്ഷാവഴി എന്നുള്ള സുവിശേഷ പ്രതിയുണ്ട്. അത് വിറ്റാൽ 2 കാശ് കിട്ടും. അതാണ് ഉപജീവന മാർഗം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരാതി പറഞ്ഞില്ല, ദൈവത്തോട് പരിഭവം ഉന്നയിച്ചില്ല. ആ പ്രതിസന്ധികളുടെ നടുവിലും ധൈര്യത്തോടെ കർത്താവിൽ ശരണമർപ്പിച്ച ഭക്തൻ ശുശ്രൂഷ നിറവേറ്റുകയാണ്. ശുശ്രൂഷ വഴികളിലധികം വൈകാതെ ഒത്തിരിയേറെ പ്രതികൂലങ്ങൾ ഉണ്ടായി, ഒത്തിരിയേറെ എതിർപ്പുകൾ, ഭീഷണികൾ തനിക്കുണ്ടായി. പലപ്പോഴും വീട്ടിൽ പട്ടിണിയായി. പ്രതിസന്ധികളേറെ തന്നെ വല്ലാതെ വരഞ്ഞു മുറുക്കുമ്പോഴാണ് തൻ്റെ ഭാര്യ മരണപ്പെടുന്നത്. തൻ്റെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ബാക്കിയായ 8 കുഞ്ഞുങ്ങളല്ലേ, പറക്കമറ്റാത്ത 8 കുഞ്ഞുങ്ങളെയും കൊണ്ട് മധുരയിൽ നിന്ന് അദ്ദേഹം കുറിയന്നൂരേക്ക് മടങ്ങി വന്നില്ല. മധുരയിൽ തന്നെ പാർത്ത ഈ കുഞ്ഞുങ്ങളെ വളർത്തി കർത്താവിനെ ആഴമായി സ്നേഹിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് പ്രതിസന്ധികൾ തളർന്നു പോകാതെ കർത്താവിൻ്റെ ശുശ്രൂഷ 77 വയസ്സുവരെ മധുരയുടെ മണ്ണിൽ നിറവേറ്റിയ ഭക്തനായ മനുഷ്യനാണ് എം.ഇ. ചെറിയാൻ സാർ എന്നുള്ളത് നാം വിസ്മരിക്കാൻ പാടില്ലാത്ത സത്യമാണ്. സാറിനോട് പലരും ചോദിച്ചു, സാറേ ഇതെങ്ങനെ സാധിക്കുന്നു? ഭാര്യ മരണപ്പെട്ടു, ജീവിത വഴികളിൽ സാമ്പത്തികമായി യാതൊരു ബലവുമില്ല, വീട്ടിൽ പലപ്പോഴും പട്ടിണിയാണ്, ശുശ്രൂഷ വഴികളിൽ പ്രതിസന്ധികൾ ഏറെയുണ്ട്, പീഡനങ്ങൾക്കിരയായി തീർന്നിട്ടുണ്ട്. എങ്കിലും ധൈര്യത്തോടെ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ പ്രത്യാശയുടെ മുഖത്തോടെ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിപ്പാൻ അങ്ങക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് ചോദിച്ചപ്പോൾ ഭക്തൻ പാടിയ പാട്ടാണിത്. എന്താ പാടിയത്? യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖാവവനേ, തായ് മറക്കാൻ എങ്കിലും എന്നെ മറക്കാൻ സ്നേഹിതനേ, ഏവരുമെന്നെ കൈവെടിഞ്ഞാലും യേശുദാനൻ അരികിൽ കാണും, ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ, ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ. ആരിലും ഉന്നതനായൊരു തമ്പുരാൻ എനിക്ക് വേണ്ടിയുണ്ട് സ്വർഗത്തിൽ. ഐ ഹാവ് എ സോവറൻ ഗോഡ്. എനിക്ക് പരമാധികാരിയായ ഒരു ദൈവമുണ്ട്. ആത്മസഖാവാണവൻ. ആരനെ തള്ളിയാലും തള്ളിക്കളയാത്തവനാണ്. അവൻ്റെ മാറിൽ ചാരുമ്പോൾ എനിക്ക് ബലമാണ്, ധൈര്യമാണ്, ജീവിക്കാനുള്ള ശക്തിയാണ്. അതുകൊണ്ടാണ് പ്രതിസന്ധികളിൽ തളരാതെ ഞാൻ കർത്താവിനെ മുറുകെ പിടിച്ച് ശുശ്രൂഷ നിറവേറ്റുന്നതെന്ന് ഭക്തനായ എം.ഇ. ചെറിയാൻ സാർ പ്രഖ്യാപിച്ചു. പ്രിയരെ, നമുക്കെന്നാവശ്യം ഈ ആഴമേറിയ വിശ്വാസമാണ്. നമുക്കെന്നാവശ്യം ഈ തീവ്രമായ ദൈവാനുഭവമാണ്. വളരെ പരിചിതമായൊരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ ധാരാളം വചനങ്ങൾ കേട്ടിട്ടുള്ള ഒരു പഴയ നിയമ വേദഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നും നാളെയുമുള്ള നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിൻ്റെ വേദഭാഗമായി വേർതിരിച്ചിരിക്കുന്നത്. അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ മാത്രം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വായിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന്
ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. തലകളെ ദൈവം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിന് കാതോർക്കുവാൻ ഈ വചന കൂടാരത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ മഹാകരുണയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളൊരുപാട് വചനം കേൾക്കുന്നവരാണ്, ഞങ്ങളൊരുപാട് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവരാണ്. ഞങ്ങൾ കേൾക്കുന്ന വചനത്തിലോ എടുക്കുന്ന തീരുമാനങ്ങളിലോ നിലനിൽക്കാൻ ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നവരാണ്. എന്നിട്ടും കർത്താവെ, ഞങ്ങളെ വെട്ടിക്കളയാതെ നിൽക്കട്ടെ ഫലം കായ്ച്ചെങ്കിലോ നിങ്ങളുടെ പ്രതീക്ഷയോടെ നിർത്തുവാൻ തമ്പുരാന് മനസ്സായത് കൊണ്ട് മാത്രമാണല്ലോ ഞങ്ങളുടെ ആരോഗ്യത്തോടെ ഈ വചന കൂടാരത്തിലായിരിക്കുന്നത്. കർത്താവെ, രാത്രി ഞങ്ങളോട് വ്യക്തമായി, വ്യക്തിപരമായി, ഹൃദ്യമായി തമ്പുരാൻ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങൾക്ക് മേലെ തുറന്നു വെക്കണമേ. അവിടുത്തെ വചനം പനിമഞ്ഞ് പോലെ ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് ഈ രാത്രി പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകത്തിലെ ദൈവം ഈ രാത്രി എന്നെ സന്ദർശിച്ചു എന്നൊരു സാക്ഷ്യം പറയാൻ പര്യാപ്തമായ വിധത്തിൽ ഞങ്ങളോട് കർത്താവ് ഹൃദ്യമായി ഇടപെടണമേ. നിന്റെ ശബ്ദം കേട്ട് രൂപാന്തരം പ്രാപിച്ച് മടങ്ങിപ്പോകാൻ കൃപയല്ലണമേ. ബലഹീനാനിടനെ ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ. ശുശ്രൂഷയുടെ മഹത്വമെല്ലാം തമ്പുരാൻ ഏറ്റെടുക്കണമേ. മശിഹായുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. ഇന്നും നാളെയുമുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് ഒരു തലക്കെട്ട് കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ നൽകുന്ന തലക്കെട്ട് യാഗപീഠത്തിലേക്കുള്ള വഴി എന്ന തലക്കെട്ടാണ്. ദി വേ ടു ഓൾട്ടർ, യാഗപീഠത്തിലേക്കുള്ള വഴി, അർത്ഥാൽ മോറിയ മലമുകളിലേക്കുള്ള വഴി. കൽദയരുടെ പട്ടണമായ ഊരിൽ പാർത്തിരുന്ന തേരഹിന്റെ 3 മക്കളിൽ മൂത്തവനായിരുന്നു അബ്രാം. നാഹോര്, ഹാരാൻ എന്നിവരാണ് ഈ മൂവർ സംഘം എന്നുള്ളത് നമുക്കറിയാം. ഇളയപുത്രനായ ഹാരാന്റെ മരണശേഷം, അതായത് ലോത്തിന്റെ അപ്പനായ ഹാരാന്റെ മരണശേഷം പിതാവായ തേരഹ് അബ്രാമിനെയും തൻ്റെ ഭാര്യയായ സാറായെയും തൻ്റെ ഇളയ മകൻ്റെ മകനായ ലോത്തിനെയും കൂട്ടി കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഹാരാനിൽ വന്ന് പാർക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ നമുക്കത് വിശദമായി വായിക്കുവാനായിട്ട് സാധിക്കും. 205-ാമത്തെ വയസ്സിൽ തേരഹ് ഹാരാനിൽ വെച്ച് മരണപ്പെടുകയാണ്. വിഗ്രഹാരാധനയുടെ നാടായ ഹാരാനിൽ പാർത്ത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വ്യാപാരം ചെയ്ത് തലമുറകളെ വളർത്താമെന്നുള്ള വ്യാമോഹത്തോടെ ഹാരാനിൽ വന്ന് പാർത്ത തേരഹിൻ്റെ മരണം തൻ്റെ മൂത്ത മകനായ അബ്രാമിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറിയെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൻ മരിച്ചത് മകന് ഗുണമായി എന്നല്ല അച്ഛൻ പറഞ്ഞത്. അപ്പൻ മരിച്ചത് മകൻ അനുഗ്രഹമായി എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പിന്നെയോ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ചില തെറ്റായ ജീവിത ശൈലികളുടെ മരണം, ചില തെറ്റായ മാതൃകകളുടെ മരണം, ചില തെറ്റായ ആരാധന രീതികളുടെ മരണം, ചില തെറ്റായ അനുഷ്ഠാനങ്ങളുടെ മരണം, ചില തെറ്റായ സംസ്കാരങ്ങളുടെ മരണം, ചില തെറ്റായ സ്വഭാവങ്ങളുടെ മരണം പുത്തൻ അരുളപ്പാടുകൾക്ക് മുഖാന്തരമാകുമെന്നുള്ളത് നാം മറന്നു പോകാൻ പാടില്ല. ചിലതിനെ ഉപേക്ഷിപ്പാനുള്ള ധൈര്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ, ഈ വിശ്വാസയാത്ര ഫലകരമായി മുൻപോട്ട് നയിപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നാം ഒരു കാരണവശാലും മറന്നു പോകരുത്. യെശയ്യാ പ്രവാചകൻ പറയുന്നത് അപ്രകാരമാണല്ലോ. 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ യെശയ്യാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു: ഉസിയാവ് മരിച്ചയാണ്ടിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തന്നിഷ്ടത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, സ്വാർത്ഥതയുടെ, ദുഷ്ടതയുടെ, പാപത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, അഹന്തയുടെ ആഴവമായ ഉസിയാവ് മരിച്ച ആണ്ടിലാണ് പ്രവാചകന് കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദർശനം കാണുവാൻ ഭാഗ്യമുണ്ടായത്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടിന് മുമ്പിൽ അശുദ്ധനായ തൻ്റെ പാപത്തിൻ്റെ പട്ടിക ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പുത്തൻ അഭിഷേകത്തോടെ ഇറങ്ങിപ്പുറപ്പെടാൻ യെശയ്യാവിന് ബലം പകർന്നത് ഉസിയാവിൻ്റെ മരണമാണ്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉന്നതമായ ജീവിതം നാം കാക്ഷിക്കുന്നുവെങ്കിൽ, ഗുണപരമായ ആധ്യാത്മ ജീവിതം നാം കൊതിക്കുന്നുവെങ്കിൽ, ഫലകരമായ വൈദിക ശുശ്രൂഷ സുവിശേഷ വേല നാം സ്വപ്നം കാണുന്നുവെങ്കിൽ, ചിലതിനെ ഉപേക്ഷിപ്പാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. ചില മരണങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമേ ചില ജീവനുകളുടെ അനുഭവക്കാരായി തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 11-ാം അധ്യായം അവസാനിക്കുന്നത് ഇപ്രകാരം രേഖപ്പെടുത്തിക്കൊണ്ടാണ്. എന്താണ് നമ്മുടെ വായിക്കുന്നത്? തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞ് 11-ാം അധ്യായം അവസാനിക്കുമ്പോൾ 12-ാം അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തു. തേരഹ് മരിച്ചു, ആ ചരിത്രം പൂർത്തിയാകുന്നു. ഇത് യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്യുകയാണ്. വിശ്വാസത്തിൻ്റെ ഒരു പുത്തൻ ചരിത്രം രചിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ 70-ാമത് കാഞ്ഞിരംകുളം കൺവെൻഷനിലും പ്രഘോഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു സുവിശേഷം പ്രഘോഷിപ്പാൻ, ഒരു പുത്തൻ ചരിത്രം പ്രഘോഷിക്കപ്പെടാൻ തക്കവണ്ണം ഇതാ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുകയാണ്. യഹോവയുടെ അരുളപ്പാടുകൾ നിരന്തരമായി ശ്രവിച്ചുകൊണ്ടുള്ള വിശ്വാസയാത്ര അബ്രഹാം ആരംഭിക്കുകയാണ്. എന്താണ് അരുളപ്പാട്? നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകുക എന്നുള്ളതാണ് അരുളപ്പാട്. വലിയൊരു വാഗ്ദാനങ്ങൾ ഉള്ളടക്കം ചെയ്ത അരുളപ്പാടാണത്. നമുക്കറിയാം 5 വാഗ്ദാനങ്ങൾ. എന്തായിരുന്നു വാഗ്ദാനങ്ങൾ? 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമായിരിക്കും. യു വിൽ ബി എ ബ്ലെസ്സിങ്, ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, ഹല്ലേലൂയ. 5-ാമതായി തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, ഹല്ലേലൂയ. യു വിൽ ബി എ ചാനൽ ഓഫ് ബ്ലെസ്സിങ് ടു ദിസ് യൂണിവേഴ്സ്. ഈ ഭൂമിയിലെ സകല വംശങ്ങളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടാൻ തക്കവണ്ണം നിന്നെ ഒരു ചാലക ശക്തിയായി മാറ്റുമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് സ്വീകരിച്ചുകൊണ്ട് 75-ാമത്തെ വയസ്സിൽ ഈ അരുളപ്പാടിൽ പരിപൂർണമായി ശരണപ്പെട്ടുകൊണ്ട് അബ്രഹാം പിതാവ് തന്നെ യാത്ര പുറപ്പെടുകയാണ്. നാം വായിക്കുന്നത് പ്രിയമുള്ളവരെ, അബ്രഹാം കനാൻ ദേശത്തെത്തി. കനാൻ ദേശത്തെത്തിയ ശേഷം അബ്രഹാം ആദ്യം ചെയ്തത് കനാൻ ദേശത്തിൻ്റെ ഫലസമൃദ്ധി ആസ്വദിക്കാൻ പോവുകയല്ല, അവിടുത്തെ ഫലഭൂയിഷ്ഠത തേടിപ്പോവുകയല്ല, അവിടുത്തെ ഭൗതിക നേട്ടങ്ങൾ എന്താണെന്ന് ആരാഞ്ഞറിയുവാൻ വേണ്ടി അവൻ തത്രപ്പെടുകയല്ല. ഹല്ലേലൂയ. ദൈവം നമ്പുരാൻ വിളിച്ചു വേർതിരിച്ച അബ്രഹാം പിതാവ് കനാനിലെത്തിയ ഉടനെ ചെയ്ത പ്രവൃത്തി എന്താകുന്നുവെന്ന് 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നാണ് അവിടെ വായിക്കുന്നത്? ഏബ്രഹാം ബിൽറ്റ് ആൻ ഓൾട്ടർ ഫോർ ദി ലോർഡ്. അവൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ദൈവം നമ്പുരാൻ പറഞ്ഞില്ല, അബ്രഹാമേ നീ പോകുന്ന സ്ഥലത്തെത്തിയാൽ ഉടൻ തന്നെ ഒരു യാഗപീഠം പണിത് നിന്നെ ആരാധിക്കണമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞില്ല. പിന്നെ അബ്രഹാം പിതാവ് അപ്രകാരം ചെയ്തു എങ്കിൽ അതിന് കാരണമുണ്ട്. ബഥേലിന് കിഴക്കുള്ള മലയിൽ അബ്രഹാം പിതാവ് ദൈവത്തിനൊരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചുവെങ്കിൽ അതിന് കാരണമുണ്ട്. തന്നെ തമ്പുരാൻ വിളിച്ചത് എന്തിനു വേണ്ടിയാണെന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് അബ്രഹാമിനുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അബ്രഹാം അങ്ങനെ ചെയ്തത്? അബ്രഹാമിനറിയാം തന്നെ വിളിച്ചത് ഒരു ഓൾട്ടർ ലൈഫിന് വേണ്ടിയാണ്, ഒരു യാഗജീവിതത്തിന് വേണ്ടിയാണ്. യാഗപീഠത്തിന്മേൽ ജീവിതത്തെ അർപ്പിക്കുവാനുള്ള നിയോഗമാണ് തൻ്റേതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അബ്രഹാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിപ്പാനിടയായി തീർന്നു. ബഹുജാതികൾക്ക് പിതാവായി, ദൈവത്തിൻ്റെ സ്നേഹിതനായി അറിയപ്പെട്ട അബ്രഹാം പിതാവിൻ്റെ ജീവിതം പണിയപ്പെട്ടത് സമ്പത്തിലല്ല, സ്ഥാനമാനങ്ങളിലല്ല, പാരമ്പര്യങ്ങളിലല്ല, ബന്ധുബലത്തിലല്ല, ആയുരശേഖരത്തിലല്ല. പിന്നെ അബ്രഹാമിൻ്റെ ജീവിതം പണിയപ്പെട്ടത് യാഗപീഠത്തിലാണ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഒന്നുമില്ല. 70 കൊല്ലമായിട്ടാ ഇനി എന്തോ ഹല്ലേലൂയ പറയാനാണ്. 7 പതിറ്റാണ്ട് വചനം കേട്ട മണ്ണാണിത്. 70 വർഷം സപ്തതിയുടെ നിറവിൽ നിൽക്കുന്ന കൺവെൻഷനാണിത്. നമുക്ക് ഹല്ലേലൂയ പറയാൻ പ്രയാസമാണ്. ഇടയ്ക്കിടയ്ക്ക് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീശുന്നത് കൊണ്ട് അറിയാം നിങ്ങൾക്ക് ജീവനുണ്ട്. അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ നാം ഇങ്ങനെ മയിൽക്കുറ്റി പോലെ ഇരിക്കുകയാണ്. നമുക്കൊരു മാനസാന്തരം നാം ആഗ്രഹിക്കുന്നു എനിക്കുന്നുള്ളത് എനിക്ക് വല്ലാത്ത സന്ദേഹമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് ബോധ്യപ്പെട്ടു തന്നെ വിളിച്ചിരിക്കുന്നത് ഒരു യാഗജീവിതത്തിന് വേണ്ടിയാണ്.
അബ്രഹാമിനെ പരീക്ഷിക്കുന്ന സംഭവത്തെ വിശദമാക്കുന്ന വേദഭാഗമാണ് 22-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ആ വേദഭാഗത്തേക്ക് മടങ്ങി വരാം. അബ്രഹാമിനെ ദൈവം വീണ്ടും വിളിക്കുകയാണ്. വിശ്വാസത്തിന്റെ പരീക്ഷണത്തിനായുള്ള, പരിശോധനയ്ക്കായുള്ള വിളിയാണ്. മോറിയ മലമുകളിലേക്കുള്ള വിളിയാണ്. യാഗപീഠത്തിലേക്കുള്ള വിളിയാണ്. മോറിയ എന്നത് ഒരു എബ്രായ പദമല്ല, ഒരു പർവ്വതത്തിൻ്റെ പേരല്ല. മോറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ടീച്ചർ എന്നാണ്. എൻ്റെ ദൈവം എൻ്റെ ഗുരു എന്നാണ് മോറിയ എന്ന പദത്തിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം അബ്രഹാം പിതാവിനെ മോറിയ മലമുകളിലേക്ക് വിളിച്ചത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവം ഗുരുവായി നിന്നുകൊണ്ട്, അധ്യാപകനായി നിന്നുകൊണ്ട് അബ്രഹാം പിതാവിനെ വിശ്വാസത്തിന് ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ മോറിയ മലമുകളിലേക്ക് വിളിച്ചത്. വേ ടു ഓൾട്ടർ, എന്താണ് യാഗപീഠത്തിലേക്കുള്ള വഴി? മോറിയ മലമുകളിലേക്കുള്ള വഴി എന്താകുന്നുവെന്നാണ് ഈ രാത്രിയിലും നാളെയുമായി നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം കേട്ടിട്ടില്ലാത്ത കാര്യമല്ല, ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ്. അത് മറന്നുപോയത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വീണ്ടും അത് പകർന്നു വെപ്പാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വചനവുമായി ഞാൻ ഈ രാത്രി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഹല്ലേലൂയ. മോറിയയിലേക്കുള്ള വഴി ഒന്നാമതായി അത് പരമാർത്ഥതയുടെ വഴിയാണ് പ്രിയരെ. അത് നേരിൻ്റെ വഴിയാണ്, അത് നിഷ്കളങ്കതയുടെ വഴിയാണ്, അത് സത്യസന്ധതയുടെ വഴിയാണ്. വേ ടു ഓൾട്ടർ ഈസ് എ വേ ഓഫ് ട്രൂത്ത്ഫുൾനെസ്. യാഗപീഠത്തിലേക്കുള്ള വഴി അത് നേരിൻ്റെ വഴിയാണ്. അബ്രഹാമേ എന്ന് വിളിച്ചതിന് അബ്രഹാമിൻ്റെ മറുപടി നമുക്കറിയാം. എന്താണ് അബ്രഹാമിൻ്റെ മറുപടി? ഹിയറാമായി ഞാനിതാ. ദൈവം അബ്രഹാമിനെ എപ്പോൾ വിളിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അബ്രഹാമിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇതാ ഞാൻ തമ്പുരാനെ, ഹിയറാമായി ഞാനിതാ. Abraham was seen in the vicinity of God. ദൈവത്തിൻ്റെ ദൃഷ്ടിപരിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ ദർശനപരിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ കൃപയുടെ പരിസരങ്ങളിൽ നിന്ന് ഒരിക്കൽ പോലും മാറിപ്പോകാതെ ദൈവം നമ്പുരാന് കാണാവുന്ന ഇടങ്ങളിൽ കാണപ്പെട്ടവൻ്റെ പേരാണ് അബ്രഹാം. ഹല്ലേലൂയ. സുതാര്യതയുള്ള ഭക്തി ജീവിതത്തിനുടമയായി നാം അബ്രഹാമിനെ തിരിച്ചറിയുവാൻ ഇടയാകണം. ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ എപ്പോഴും ഹിയറാമായി ഞാനിതാ തമ്പുരാനെ, എനിക്ക് മറവായി ഒന്നുമില്ല, മറച്ചു പിടിക്കേണ്ടതായി ഒന്നുമില്ല, ഞാൻ മുഖം മൂടികളൊന്നും ധരിക്കുന്നില്ല, എനിക്ക് പൊയ്മുഖങ്ങളില്ല, ഞാൻ പരിധിക്ക് പുറത്തല്ല, ഹിയറാമായി ഞാനിതാ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഔട്ട് ഓഫ് റേഞ്ചിൻ്റെ കാലമാണ്. അനേകരും പരിധിക്ക് പുറത്താണ്. പരിധിക്ക് പുറത്ത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നാം പരിധിക്ക് പുറത്താണ്. വചനവുമായുള്ള ബന്ധത്തിൽ നാം പരിധിക്ക് പുറത്താണ്. ആരാധനയുമായുള്ള ബന്ധത്തിൽ നാം പരിധിക്ക് പുറത്താണ്. കാഞ്ഞുരങ്ങളും കൺവെൻഷനുമായുള്ള ബന്ധത്തിൽ പലരും പരിധിക്ക് പുറത്താണ്, പരിധിക്കുള്ളിലില്ല, ഔട്ട് ഓഫ് റേഞ്ചാണ്. അബ്രഹാമിനെ എപ്പോൾ വിളിച്ചാലും അബ്രഹാമിന് ഒറ്റ മറുപടിയുള്ളൂ. രാത്രിയിൽ വിളിച്ചാലും ഞാനിതാ, പകലിൽ വിളിച്ചാലും ഞാനിതാ, കൂടാരത്തിനുള്ളിലിരിക്കുമ്പോൾ വിളിച്ചാലും ഞാനിതാ, അർത്ഥാൽ മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ വിളിച്ചാലും ഞാനിതാ, കൃഷിയിടങ്ങളിരിക്കുമ്പോഴും വിളിച്ചാലും ഞാനിതാ, ബാല്യക്കാരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ വിളിച്ചാലും ഞാനിതാ, എപ്പോൾ വിളിച്ചാലും ഹിയറാമായി തമ്പുരാനെ, ഒന്നും മറവായില്ല. എവിടെയും ദൈവത്തോടുള്ള വിശ്വസ്തതയിലും വിധേയത്വത്തിലും ഭക്തിയിലും കാണപ്പെട്ടവൻ്റെ പേരാണ് അബ്രഹാം. ഹല്ലേലൂയ. ഒരു പള്ളിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്ത സമയത്ത് പള്ളിയിലെ സീനിയർ മോസ്റ്റ് ഒരു മെമ്പർ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ദയവായിട്ട് നമ്മുടെ പള്ളിയിലെ പ്രധാന ചുമതല വഹിക്കുന്ന എന്നയാളിനെ രാത്രിയിൽ വിളിക്കരുത്. അച്ഛൻ എല്ലാവരെയും പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു, വന്നതല്ലേ ഉള്ളൂ, 2 മാസം ആയുള്ളൂ, പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ ആ കൈക്കാരന്മാരെ, പ്രധാന ചുമതലക്കാരെ, അവരെ പല പ്രാവശ്യം മീറ്റിംഗ് കൂടിയത് കൊണ്ട് ഞാൻ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, ആരുടെ കാര്യം പറഞ്ഞത്? വെച്ചാൽ ഇന്നയാള്, നമ്മുടെ പള്ളിയിലെ ഇന്നയാള്. പേരൊന്നും പറയുന്നില്ല, കാരണം മൈക്ക് ഇങ്ങനെ നെയ്യാറ്റിങ്കര കെട്ടിയിട്ടുള്ളത് കൊണ്ട് പറയാൻ എനിക്ക് പേടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മൈക്കിങ്ങനെ പുറത്തുള്ളപ്പോൾ ഒന്നും തുറന്നു പറയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനം ജനം കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? വെച്ചാൽ 8 മണി കഴിഞ്ഞാൽ അച്ഛൻ വിളിക്കരുത്. ഞാൻ ചോദിച്ചു, ഷിഫ്റ്റ് ഡ്യൂട്ടിയാണോ? ദൈവം രാത്രി നേരത്തെ ഉറങ്ങുന്നയാളാണോ? എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നയാളാണോ? എന്താണ് പ്രശ്നം? ജയം പറഞ്ഞത്, എൻ്റെ അച്ഛാ, ഞാൻ അച്ഛൻ്റെ അടുക്കൽ വന്ന് കുറ്റപ്പെടുത്തിയെന്ന് ചിന്തിക്കരുത്.
മറ്റുള്ളവൻ്റെ കുറ്റം പറഞ്ഞു എന്ന് അച്ഛൻ കരുതരുത്. അച്ഛാ, രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല. രാത്രി 8 മണി കഴിഞ്ഞാൽ സുബോധമില്ല. സുബോധം നഷ്ടപ്പെടാൻ കാരണമുണ്ട്. തികഞ്ഞ മദ്യപാനിയാണ് അച്ഛാ, രഹസ്യ മദ്യപാനിയാണ്. പള്ളിയിലെ പ്രധാനപ്പെട്ടയാളാണ്, കമ്മിറ്റിക്കാരനാണ്, അച്ഛനെ ഭരിക്കുന്നവനാണ്, പള്ളിയിലെ ജനമർപ്പിക്കുന്ന സ്തോത്രയാഴ്ച എണ്ണുന്നവനാണ്. എന്തൊരു ധൈര്യമാണ് പ്രിയരെ! രാത്രി 8 മണി കഴിഞ്ഞാൽ അവന് ബോധമില്ല. ഒരിക്കൽ ഞാൻ അബദ്ധത്തിൽ വിളിച്ചു, എനിക്കത് ബോധ്യപ്പെട്ടു പ്രിയരെ. നാം ഒരു കാര്യം മറന്നു പോകരുത്. യിരെമ്യാ പ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട്. 48-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം കാണാപ്പാടമാകണം. അത് വേദപുസ്തകത്തിൽ അടിവരയിടണം. എന്താണ് അവിടെ പറയുന്നത്? യഹോവയുടെ വേല അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. യഹോവയുടെ വേല അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അത് വൈദികനാണെങ്കിലും, അത് സഭാ ശുശ്രൂഷകനാണെങ്കിലും, അത് ഉപദേശിയാണെങ്കിലും, അത് കമ്മിറ്റിക്കാരനാണെങ്കിലും, അത് സ്ഥാനം അലങ്കരിക്കുന്നവനാണെങ്കിലും, അത് ഉന്നത സ്ഥാനികളാണെങ്കിലും, അത് പാട്ടുപാടുന്നവരാണെങ്കിലും, പാഠം വായിക്കുന്നവരാണെങ്കിലും, ആര് തന്നെയാണെങ്കിലും, യഹോവയുടെ നാമത്തിൽ നീ അലംഭാവത്തോടെ വേല ചെയ്താൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തന്ത്രിനാഥത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ ദാവീദ് പാടിയ കീർത്തനമുണ്ടല്ലോ, 4-ാം സങ്കീർത്തനത്തിന് 3-ാം വാക്യം. നാം വായിക്കുന്നത് എന്താണ്? യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ആരെയാ അങ്ങനെ വേർതിരിച്ചത്? എന്നെയും നിങ്ങളെയും. ഹല്ലേലൂയ. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം എന്ന് 8-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന എന്നെയും ഇരിക്കുന്ന നിങ്ങളെയും തമ്പുരാൻ അണിയിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? തേജസ്സും ബഹുമാനവും. വി ആർ ക്രൗൺഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. ദൈവത്തിൻ്റെ തേജസ്സിനാൽ, ദൈവത്തിൻ്റെ ബഹുമാനത്താൽ അലങ്കരിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് നിറഞ്ഞു നിൽക്കേണ്ട ബോധ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തെ നിസ്സാരമായി കാണാൻ അനുവാദമില്ല. യാഗപീഠത്തിലേക്കുള്ള വഴി അത് പരമാർത്ഥതയുടെ വഴിയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന റെസീപ്റ്റ് മൂത്താമ്പാക്കൽ സാധു കൊച്ചി സ്വദേശി ഈ തെക്കൻ മേഖലയിൽ കോളറ പടർന്നു പിടിച്ച സമയത്ത്, അനേക ആളുകൾ മരണപ്പെടുന്ന സമയത്ത്, അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി ധനം സമാഹരിക്കാൻ വേണ്ടി മാവേലിക്കര യൂണിയൻ ക്രിസ്ത്യൻ പ്രസ്സിൽ പ്രിന്റ് ചെയ്ത റെസീപ്റ്റിൻ്റെ ഒറിജിനൽ കോപ്പിയാണ്. നിങ്ങൾക്ക് വഴി കഴിഞ്ഞ് വേണമെങ്കിൽ എന്നെ ഇത് വാങ്ങി നോക്കാം. സുരേഷിയുടെ വീട്ടിൽ അതുവഴി പോകുമ്പോഴൊക്കെ ഞാൻ കയറാറുണ്ട്. മൂത്താമ്പാക്കലെ ഇടയാറമുളയിലെ വീട്ടിൽ. ഹല്ലേലൂയ. സുരേഷ് ഉപയോഗിച്ച വേദപുസ്തകം ഇപ്പോഴും അവിടെ ഉണ്ട്. സുരേഷ് കൊണ്ടു നടന്ന ഒരു ഘടികാരമുണ്ട്. സിലോണിൽ പോയപ്പോൾ കിട്ടിയ ഒരു മാല ഇപ്പോഴും ആ വീട്ടിലുണ്ട്. സുരേഷ് ഉപയോഗിച്ച ഒരു വേദപുസ്തകമല്ല, ഒരുപാട് വേദപുസ്തകങ്ങൾ അവിടെയുണ്ട്. ഇതിൻ്റെ താളുകളിലെല്ലാം മഷി മാഞ്ഞുപോയ താളുകളാണ്. മുഴുവൻ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുകയാണ്. പ്രസംഗക്കുറിപ്പുകളാണ്. വേദപുസ്തകം മുഴുവൻ നമ്മുടെ ബൈബിള് പോലെയൊന്നുമല്ല. എൻ്റെ താളുകൾ ഇങ്ങനെ, അതിൻ്റെ അക്ഷരങ്ങളൊക്കെ മാഞ്ഞു പോയതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ ഋഷിയുടെ കൊച്ചു മകൻ അനീഷ് സാറ് പറഞ്ഞു, എൻ്റെ അച്ഛാ വേദപുസ്തകം വായിക്കാൻ നിൽക്കുന്നത് മുട്ടുമേലാണ്. മുട്ടുമേൽ നിൽക്കുമ്പോൾ കണ്ണുനീരോടെയാണ് വായിക്കുക. പലപ്പോഴും കണ്ണുനീര് ദൈവസന്നിധിയിൽ ദൈവാനുഭവത്തിൻ്റെ തീവ്രമായ കണ്ണുനീര് ഇറ്റിറ്റ് വീണ് നനഞ്ഞുപോയ താളുകളാണിത്. അങ്ങനെയാണ് മഷി മാഞ്ഞുപോയത്. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ പ്രിയരെ. വിദേശി റെസീറ്റ് പ്രിന്റ് ചെയ്തത് ഈ മേഖലയിൽ കോളറ ബാധിതരായ ആളുകളെ ചികിത്സിക്കാൻ പണം സമാഹരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു ബേദലഹേം ആശ്രമ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. റെസീറ്റിൻ്റെ കോപ്പിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ബേദലഹേം ആശ്രമ പ്രസ്ഥാനം, തെക്കൻ തിരുവാങ്കൂർ കോളറ റിലീഫ് വേല ഡാഷ് അവറുകൾക്ക് മശിഹാതമ്പുരാന്റെ തിരുനാമത്തിൽ നടത്തപ്പെടുന്ന ഈ ദയാർഥ ശുശ്രൂഷ വേലയ്ക്കായി അവിടുന്ന് സദയം അയച്ചു തന്ന ഡാഷ് രൂപ, ഡാഷ് ചക്രം, ഡാഷ് കാശ് നന്ദിപൂർവ്വം കൈപ്പറ്റിയിരിക്കുന്നു. ഒറ്റ പൈസ പോലും ദുരുപയോഗപ്പെടുത്താതെ അവിടുത്തേക്ക് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനാപൂർവം നീ എന്നെ വീഴ്ചയിൽ നിന്നെന്നെ സ്വപ്നത്തിൽ കൂടെയും കാക്കേണമേ. കർത്താവേ, രാത്രിയിൽ വീണു പോകാൻ പാടില്ല, പിശാചിനാൽ പിടിക്കപ്പെടാൻ പാടില്ല, പകലിൽ വീണു പോകാൻ പാടില്ല, പാപത്തിൽ നിബന്ധിക്കാൻ പാടില്ല. രാവിലും പകലിലും പോരെ തമ്പുരാനെ. എൻ്റെ കിടക്കയിൽ, ഹല്ലേലൂയ, എൻ്റെ നിദ്രാവേളയിൽ, എൻ്റെ സ്വപ്നത്തിൽ കൂടെ പോലും
എന്നെ കിനാവുകളിലൂടെ പോലും പിശാച് എന്നെ കിടക്കയെ സന്ദർശിക്കാതെ വണ്ണം വിശുദ്ധിയോടെ ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പാടി ജീവിച്ച ഭക്തന്മാർ ഈ മണ്ണിലുണ്ടായിരുന്നു എന്നുള്ളത് നാം മറന്നു പോകാൻ പാടില്ല. നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ എത്ര ലാഘവത്തോടെയാണ് എടുക്കുന്നത് പ്രിയരെ. യാഗപീഠത്തിലേക്കുള്ള വഴി അത് നേരിൻ്റെ, അത് പരമാർത്ഥതയുടെ വഴിയാണ്. 2, യാഗപീഠത്തിലേക്കുള്ള വഴി അത് ആരാധനയുടെ വഴിയാണ്. Way to altar is a way to worship, way for worship. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായ അരുളപ്പാടാണ് ദൈവം അബ്രഹാം പിതാവിന് നൽകിയത്. നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ തന്നെ നിന്റെ ദാസി ഹാഗാറിൽ പിറന്ന ഇസ്മായേൽ അല്ല, മോരിയ ദേശത്ത് ഞാൻ കൽപ്പിക്കുന്ന മലയിൽ പോയി ഹോമയാഗം കഴിക്കുക. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തല്ല, ഞാൻ കൽപ്പിക്കുന്ന, ഞാൻ വേർതിരിച്ച്, ഞാൻ ശാപ്പകുത്തിയ സ്ഥലത്ത്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പിന്നീട് സംസാരിക്കാം പ്രിയരെ. കോൾ ടു വർഷിപ്പാണ്, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനുള്ള വിളിയാണ്. ആരാധനയ്ക്കുള്ള ആഹ്വാനത്തെ എത്ര പരിപാവനമായി, എത്ര പവിത്രമായി അബ്രഹാം ഏറ്റെടുക്കുകയാണ്. ആരാധന അബ്രഹാമിനെ സംബന്ധിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റാനുള്ള അവസരമായിരുന്നു. ആരാധന അബ്രഹാമിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിരന്തരമായി കേൾക്കാനുള്ള മുഖാന്തരമായിരുന്നു. ആരാധന അബ്രഹാമിനെ സംബന്ധിച്ച് തൻ്റെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാനുള്ള അവസരമായിരുന്നു. ആരാധന അബ്രഹാമിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തെ ദൈവമുമ്പാകെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള അവസരമായിരുന്നു. ആരാധന അബ്രഹാമിനെ സംബന്ധിച്ച് വിശ്വാസയാത്രയ്ക്കുള്ള പുതുബലം പ്രാപിപ്പാനുള്ള മുഖാന്തരമായിരുന്നു. ആരാധന അബ്രഹാമിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വീണ്ടും ശ്രവിപ്പാനുള്ള അവസരമായിരുന്നു. ഹല്ലേലൂയ! അത്ര ഗൗരവമായിട്ടാണ് അബ്രഹാം ആരാധനയെ കണ്ടത്. അതുകൊണ്ടാണ് അവൻ അതികാലത്ത് എഴുന്നേറ്റത്. ഏർലിയസ്റ്റ് പോസിബിൾ ടൈം, അതികാലത്ത്, എത്രയും വേഗത്തിൽ, എത്രയും ക്ഷണത്തിൽ. ദി ബെസ്റ്റ് ടൈം ടു വർഷിപ്പ് ഗോഡ്, ഏറ്റവും നല്ല സമയം ദൈവത്തിന് വേണ്ടി വേർതിരിപ്പാൻ അവൻ തീരുമാനിച്ചു. അത് രാവിലെ തിരുസന്നിധിയിൽ അണയുന്ന ഒരു സമയമെന്ന് ആത്മാർത്ഥതയോടെ പാടാൻ ഇന്ന് എത്ര വിശ്വാസികൾക്ക് കഴിയും പ്രിയരെ? എത്ര വീടുകളിൽ അതിരാവിലെ പ്രാർത്ഥനയുണ്ട്. ഈ ഭക്തൻ ഈ പാട്ടുപാടിയത് വെളുപ്പിനെ 4 മണിക്ക് മുമ്പാണ്, 3:30 മണി സമയത്താണ്. ആരാണ് പാടിയത്? PM കൊച്ചുകുറുവാണ് പാടിയത്. PM കൊച്ചുകുറി എവിടുത്തുകാരനാണ്? മൂവാറ്റുപുഴ വാളകം സ്വദേശിയാണ്. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വടക്കൻ കേരളത്തിലെ മാർത്തോമാ സഭയുടെ കേന്ദ്രമായിരുന്നു ഉപദേശിയുടെ വീട്. സ്വമേധയാ സുവിശേഷകനായിരുന്നു. തൻ്റെ വീടിൻ്റെ പ്രത്യേകത 3 നേരവും കുടുംബ പ്രാർത്ഥനയുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു പരമ്പിലോ പായിലോ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന ഭക്തനായ മനുഷ്യനാണ് PM കൊച്ചുകുറു. വിഷവൈദ്യനായതുകൊണ്ട് ധാരാളം ആളുകൾ ചികിത്സാർത്ഥം തൻ്റെ അടുക്കിലേക്ക് വരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവനുള്ള കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കും. അനേക ആത്മാക്കളെ ആദായപ്പെടുത്തിയ ഭക്തനായ മനുഷ്യൻ. ഒരു സന്ധ്യയെങ്കിൽ അതിഭയങ്കരമായ കൊടുങ്കാറ്റത്തിന് ദേശത്ത് ആഞ്ഞു വീശുകയാണ്. വലിയ മഴയാണ്, ഇടിമിന്നലാണ്. ദേശം മുഴുവൻ വിറങ്ങലിച്ചു പോയ രാത്രിയാണ്. എന്നാരും ഉറങ്ങിക്കാണില്ല. എന്തെല്ലാം അപകടങ്ങൾ ആ ദേശത്ത് നടന്നു. അനേക കൃഷിയിടങ്ങൾ നാശയോഗ്യമായി മാറി. തൻ്റെ ഭവനവും ഭയന്നാണെന്ന് രാത്രി ഉറങ്ങിയത്. ഉപദേശി ഉറങ്ങാൻ കിടന്നെന്ന് മാത്രമേ ഉള്ളൂ. ഭാര്യയും കുഞ്ഞുങ്ങളും ഉറങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉറങ്ങാറെ അദ്ദേഹം ഇങ്ങനെ കിടന്ന് ദൈവത്തിൻ്റെ കൃപയെ, പരിപാലനയെ ധ്യാനിച്ചുകൊണ്ട് വെളുപ്പിനെ 3:30 മണിയായപ്പോൾ ഭാര്യയും മക്കളെയും വിളിച്ചു നിർത്തിയിട്ട് അതുപോലെ മണ്ണെണ്ണ വിളക്ക് തെളിച്ചു വെച്ച് ഒരു പരമ്പ് വിരിച്ച് മക്കളെയും ഭാര്യയും ചേർത്ത് പിടിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: ദൈവം നമ്പുരാൻ കരുണ കാണിച്ചല്ലോ. കഴിഞ്ഞ രാത്രി എന്തെല്ലാം അപകടങ്ങൾ ഈ ദേശത്ത് സംഭവിച്ചു. ഇതുപോലൊരു കൊടുങ്കാറ്റും പേമാരിയും നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ അനുഭവത്തിലില്ലല്ലോ. എന്തായിരുന്നു കഴിഞ്ഞ രാത്രി? പ്രകൃതി ദുരന്തമായി തീർന്നു കാണാം. ഇന്ന് പ്രഭാതത്തിൽ മുട്ടുമേനെന്ന് പ്രാർത്ഥിച്ച് വേദപുസ്തകം വായിച്ച് പാട്ടുപാടുന്ന സമയത്ത് ഭക്തൻ തമ്പുരാനോട് പറഞ്ഞതാണ്: കർത്താവേ, എവിടെയെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ടാവും, എവിടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ടോ പരനേ, അതിൽ നിന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്, അതിൽ നിന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്. പാട്ടുപാടാൻ വേണ്ടി, പാട്ടെഴുതാൻ വേണ്ടി ഒരു മുറിയിൽ കയറി വാതിലടച്ച് ഫാനും AC ഒക്കെ ഇട്ട്
വെറുതെ കുത്തിയിരുന്ന് ആലോചിച്ച് സാഹിത്യമൊക്കെ ചേർത്ത് എഴുതിയതല്ല. അത് രാവിലെ എഴുന്നേറ്റ് മുട്ടുമടക്കിയപ്പോൾ ദൈവം തമ്പുരാൻ തന്നെയും തൻ്റെ കുഞ്ഞുങ്ങളെയും ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ വിടുവെച്ചല്ലോ എന്നോർത്തപ്പോൾ തീവ്രമായ സന്തോഷത്തിൽ ഭക്തൻ പാടിയതാണ്, കർത്താവേ, എവിടെയെല്ലാം കഴിഞ്ഞ രാത്രി മൃതി നടന്നിട്ടുണ്ടാവാം, ഞങ്ങളെ അതിൽ നിന്ന് വിടുവിച്ചല്ലോ തമ്പുരാനെ, ഞങ്ങളോടിങ്ങനെ കരുണ കാണിക്കാൻ നിനക്ക് മനസ്സായല്ലോ തമ്പുരാനെ എന്ന് ഭക്തൻ പാടിയ വരികളാണിത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബർശേബ മുതൽ മോറിയ വരെ 60 മൈൽ ദൂരമുണ്ട്, 80 കിലോമീറ്റർ ഉണ്ട്. അബ്രഹാം ചിന്തിക്കുകയാണ്, തൻ്റെ അമാന്തം കൊണ്ട്, തൻ്റെ ഒരുക്കമില്ലായ്മ കൊണ്ട്, തൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരിക്കലും യാഗം പൂർത്തിയാകാതിരിക്കാൻ പാടില്ല, ആരാധന മുടങ്ങാൻ പാടില്ല, ആരാധന തമ്പുരാൻ കൽപ്പിക്കുന്ന സമയത്ത് തന്നെ നിറവേറാനിടയാകണം. അതുകൊണ്ടാണ് അവൻ അധികാലത്ത് എഴുന്നേറ്റ് നാം വായിക്കുന്നത്, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി 2 ബാല്യക്കാരെ ഒരുക്കി. ഹല്ലേലൂയ. തീർന്നില്ല പ്രിയരെ, വിറക് കീറിയെടുത്തു. പോകുന്നത് വനാന്തരത്തിലൂടെയാണ്. പോകുന്ന വഴിക്ക് ബാല്യക്കാർ ഒപ്പമുള്ളത് കൊണ്ട് അവരെ കൊണ്ട് വിറകൊടിക്കാമെന്ന് അബ്രഹാം കരുതിയില്ല. താൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഹോമയാഗമർപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി ഹോമയാഗമർപ്പിക്കാൻ കടന്നു പോകുന്ന അബ്രഹാം പിതാവ് പറയുകയാണ്, ഹോമയാഗപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന വിറക് പോലും വേർതിരിക്കപ്പെട്ടതായിരിക്കണം. തൻ്റെ ജീവനം വേർതിരിക്കപ്പെട്ടതുപോലെ യാഗത്തിനുള്ള യാഗവസ്തുവായി തീരുന്ന തൻ്റെ പൈതൽ വേർതിരിക്കപ്പെട്ടതുപോലെ അർപ്പിക്കുന്ന വിറക് പോലും വേർതിരിക്കപ്പെട്ടതാകണമെന്നുള്ള നിശ്ചയമുണ്ടായിരുന്ന, വാഞ്ചയുണ്ടായിരുന്ന ഭക്തൻ വിറക് കീറിയെടുത്തു. എൻ്റെ മനസ്സിൽ ഒരു ധനുസുണ്ട്, ഒരു അളവുകോലുണ്ട്, യാഗപീഠം എങ്ങനെ പണിയണമെന്ന്. ഹല്ലേലൂയ. അബ്രഹാം ആരാധനയ്ക്ക് വേണ്ടി എത്രമാത്രം ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ഈ സ്ഥലത്തേക്ക് പോയി എന്നുള്ളതിന് വ്യക്തമായ അടയാളങ്ങളാണ് ഇതൊക്കെ. നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ ഞായറാഴ്ച വായിക്കേണ്ട 1-2 പാഠങ്ങൾ ലഭിക്കാറുണ്ട്. സഭയുടെ പഞ്ചാംഗം, സഭയുടെ ലക്ഷണറി നിങ്ങളുടെ വീടുകളിൽ കിട്ടാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ പള്ളിയിലൊക്കെ ഉണ്ട്. ഇടവക ദൂതനായി, പാരിഷ് ബുള്ളറ്റിനായിട്ടൊക്കെ ലഭിക്കാറുണ്ട്. എല്ലാ വീടുകളിലും കിട്ടാറുണ്ട്. ഈ ഞായറാഴ്ചത്തെ വിഷയം എന്താണ്, 1-ാം പാഠം എന്താണ്, 2-ാം പാഠം ഏത് ഭാഗത്താണ്, സ്ലീഹ ഏതാണ്, ലേഖനം ഏതാണ്, സുവിശേഷ ഭാഗം ഏതാണ്, ഇതെല്ലാം വ്യക്തമായി നമ്മുടെ കയ്യിൽ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾ ഓർക്കണം, ശനിയാഴ്ച രാത്രി ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഭവനങ്ങളിൽ ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ച് നാളത്തെ തിരുവത്താഴത്തിന് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായി ഈ 1-2 പാഠങ്ങളൊന്ന് വായിച്ച് എല്ലാവരും ചേർന്ന് ആ വേറെ ഭാഗങ്ങൾ വായിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഏതെങ്കിലും ഭവനങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ പ്രിയരെ? നമുക്ക് എത്രമാത്രം ഒരുക്കമുണ്ട് ആരാധനയുടെ മുമ്പിൽ. ഈ കൺവെൻഷന്റെ പിന്നിൽ എത്രമാത്രം ഒരുക്കമുണ്ട്. 100 ദിവസം മുട്ടുമടക്കിയ ഒരു വൈദികനാണ് ഞാൻ, വെറുതെ പറയുകയല്ല. 100 ദിവസം പ്രാർത്ഥിച്ചിട്ടാണ് ഈ വചനവുമായി നിൽക്കുന്നത്. നാം എത്ര പേർ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ നാം വരികയാണ്. അതാരായിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശുശ്രൂഷ ഒരുക്കത്തോടെ മാത്രം നിറവേറ്റേണ്ട ശുശ്രൂഷയാണ്. എങ്കിൽ മാത്രമേ അത് ഫലകരമായി തീരുകയുള്ളൂ എന്ന് അബ്രഹാമിൻ്റെ ജീവനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആരാധനയെ വളരെ ഗൗരവമായി കാണുവാൻ തയ്യാറായ അബ്രഹാം പിതാവിൻ്റെ ധന്യമായ ജീവിതം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാധന അബ്രഹാമിനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ എല്ലാം ആയിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. വേ ടു ആൾട്ടർ ഈസ് ദ വേ ഓഫ് വർഷിപ്പ്. ആരാധന പള്ളിയിൽ നടക്കുമ്പോഴും പള്ളിയിൽ കയറാതെ പുറത്തു നിന്ന് ചർച്ച ചെയ്യുന്നവർ, പള്ളിയിൽ കയറാതെ പുറത്തു നിൽക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് മെമ്പേഴ്സ് ഞങ്ങളുടെ സഭയിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ സഭയിൽ കാണത്തില്ലായിരിക്കാം. പള്ളി കയറത്തില്ല, പള്ളിയുടെ ചുറ്റുപാട് നടക്കും. 2 പേരെ കിട്ടിയ വാചകമടിക്കും. കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോഴും പുറത്ത് ഇഷ്ടം പോലെ ആൾ കാണും. സ്കൂളിൻ്റെ പല കോണുകളിലായി തൂണും ചാരി മൊബൈലും പിടിച്ചിരിക്കുന്നവർ കാണും. ഔട്ട്സ്റ്റാൻഡിങ് മെമ്പേഴ്സാണ് അവർ. ഔട്ട്സ്റ്റാൻഡിങ് ആണ് അവർ. അകത്ത് കയറത്തില്ല, ഔട്ട്സ്റ്റാൻഡിങ് പുറത്ത് നിൽക്കുന്നവരാണ് അവർ. ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ വലിയ വിഷയങ്ങളാണ്. ഈ വർഷത്തെ ഇലക്ഷൻ എന്ത് സംഭവിക്കും, കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും, കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടും, ഇതൊക്കെ വിഷയങ്ങൾ. ഏതെങ്കിലും വിധത്തിൽ പള്ളിയിൽ കയറിയാലോ കൺവെൻഷന് കയറിയാലോ മാനസാന്തരപ്പെട്ടു പോയാലോ എന്ന് കരുതി കയറാത്തവരുണ്ട് ഒത്തിരി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാധന ജീവിതത്തെ ഗൗരവമായി കാണണം.
നാം മാത്രമല്ല, ആരും ഒപ്പമുണ്ടാകണമെന്നുള്ളത് നാളെ രാത്രി ഞാൻ നിങ്ങളോട് പറയാം. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. 3, വേ ടു ഓൾട്ടർ ഈസ് ദ വേ ഓഫ് സാക്രിഫൈസ്. യാഗപീഠത്തിലേക്കുള്ള വഴി അത് ത്യാഗത്തിൻ്റെ വഴിയാണ് പ്രിയരെ. മോറിയ മലമുകളിലേക്കുള്ള വഴി അത് വേദനയുടെ വഴിയാണ്, വലിയ വില നൽകേണ്ട വഴിയാണ്. എന്താണ് ദൈവം തമ്പുരാൻ പറഞ്ഞത്? അബ്രഹാം പിതാവേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ യാഗമർപ്പിക്കണമെന്ന വ്യക്തമായ അരുളപ്പാടാണ്. മുറിക്കപ്പെടാൻ, നുറുക്കപ്പെടാൻ, തകർക്കപ്പെടാനുള്ള വിളിയാണ്. അതിന് തയ്യാറുള്ളവർക്ക് മാത്രമേ യാഗപീഠത്തിൽ പങ്കുള്ളൂ. മെഴുകുതിരി പ്രകാശിക്കണമെങ്കിൽ അത് എരിഞ്ഞില്ലാതെയാകാൻ തീരുമാനിക്കണം. നിലം വിളവ് തരണമെങ്കിൽ അതിനെ ഉഴുതുമറിക്കണം. മുന്തിരിയുടെ രസം ആസ്വദിക്കണമെങ്കിൽ അത് ചക്കിലിട്ടാട്ടണം. There is no making without breaking. മുറിക്കപ്പെടാതെ ഒന്നും പുതുതായി രൂപപ്പെടില്ലെന്നുള്ളത് നാം വിസ്മരിപ്പാൻ പാടില്ലാത്ത സത്യമാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ലോകത്തിന് വീണ്ടെടുപ്പിനായി രക്തം ചിന്തി വിമോചനം സാധ്യമാക്കി തന്ന ക്രിസ്തുവിൻ്റെ ഭാവം ഏറ്റെടുക്കാനുള്ള വിളിയാണിത്. റോമിലെ കാരാഗ്രഹത്തിൽ അരണ്ട വെളിച്ചത്തിൽ മുട്ടുമേ നിന്നുകൊണ്ട് പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞു, പ്രിയരെ, ഈ വേദനയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, കൈകാലുകൾ ആമത്തിൽ പൂട്ടപ്പെട്ടപ്പോൾ, പല പ്രാവശ്യം അടിയേറ്റപ്പോൾ, ചന്തസ്ഥലത്ത് വലിച്ചഴക്കപ്പെട്ടപ്പോൾ, ഒത്തിരിയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴൊന്നും പതറിപ്പോകാതെ സധൈര്യം നിന്നുകൊണ്ട് എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നുവെന്ന് ഫിലിപ്പിയ സഭയോട് പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് പറയുന്നത്, എനിക്ക് മാതൃയാക്കാൻ കഴിയുന്ന ഒരു ഭാവം എൻ്റെ മുമ്പിലുണ്ട്. എന്താണ് ആ ഭാവം? അത് ക്രിസ്തുയേശുവിൻ്റെ ഭാവമാണ്. 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, കാരാഗ്രഹത്തിനുള്ളിൽ, റോമിലെ കാരാഗ്രഹത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ മുട്ടുമടക്കി നിൽക്കുന്ന പൗലോസിനെ അധരങ്ങൾ മൊഴിഞ്ഞത് ഇപ്രകാരമാണ്. എന്താണ് പ്രിയമുള്ളവരെ? പൗലോസ് പറഞ്ഞു, സാമുവേൽ ബെക്വർത്ത് died on 28 May 1824. 1824 മെയ് മാസം 28-ാം തീയതി മരണപ്പെട്ട സാമുവേൽ ബെക്വർത്തിനെയാണ് ആ കല്ലറയിൽ ഒന്നാമതായി അടക്കിയത്. അടക്കിയപ്പോൾ ഈ അടക്കിയ വ്യക്തിയുടെ പ്രായം 8 മാസം. താഴെ എഴുതിയിട്ടുണ്ട്, ഏജ്ഡ് 8 months. രണ്ടാമതായി 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരാളിനെയും കൂടെ അവിടെ അടക്കി. മാർത്ത സ്മിത്ത് died on 1st May 1829, ഏജ്ഡ് 1 year and 11 months. 2 വയസ്സ് പൂർത്തിയാകാൻ 1 മാസം ബാക്കിയുള്ളപ്പോൾ അടക്കം ചെയ്യപ്പെട്ട മാർത്ത സ്മിത്ത് എന്ന പെൺകുഞ്ഞ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരുടേതാണ് ഈ കുഞ്ഞുങ്ങൾ? 1816 മെയ് മാസം 4-ാം തീയതി 5 മാസത്തെ കഠിനമായി കപ്പൽ യാത്ര ചെയ്ത് 1816 സെപ്റ്റംബർ 8-നാണ് റവറൻ ബെഞ്ചമിൻ ബെയ്ലിയും ഭാര്യയും മദ്രാസിലെത്തുന്നത്. കുതിരവണ്ടിയിലും കാളവണ്ടിയിലുമായി 1816 നവംബർ 16-ന് കൊച്ചിയിലെത്തി. നിങ്ങൾ ശ്രദ്ധിക്കണം, യൗവനക്കാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊച്ചിയിൽ നിന്ന് പിന്നീട് കോട്ടയം വന്നു. ചാലുകുന്ന് തൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കി. മലയാളം, സംസ്കൃതം, സുറിയാനി ഭാഷകൾ അനായാസേന പഠിച്ചു. ഒരു ഭാഷാ പണ്ഡിതനായി തീരാൻ വേണ്ടിയല്ല, പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയല്ല. ഈ മലയാള മണ്ണിലെ ജനത്തിന് ദൈവവചനം തൻ്റെ സ്വന്തം ഭാഷയിൽ വായിക്കുവാൻ ദൈവമേ ഞാനൊരു മുഖാന്തരമാകണമേ എന്നുള്ള വാഞ്ചയോടെ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഭാഷ പഠിച്ച ഭക്തനായ മനുഷ്യൻ റവറൻ ബെഞ്ചമിൻ ബെയ്ലി. ഹല്ലേലൂയ. 1824 മെയ് മാസം 28-ന് തൻ്റെ മൂത്ത മകൻ മരിക്കുകയാണ്. സാമുവേൽ ബെക്വർത്ത് 8 മാസം. ഹല്ലേലൂയ. 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ ബെഞ്ചമിൻ ബെയ്ലിയും ഭാര്യയും കൂടെ കുഴിമാന്തി ചാലുകുന്ന് സെമിത്തേരിയിൽ അടക്കി. പ്രിയരെ, ദൈവത്തോട് പരാതി പറഞ്ഞില്ല, ദൈവത്തെ ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് എന്ന് ദൈവത്തോട് ചോദിച്ചില്ല, ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയില്ല. പുതിയ നിയമത്തിൻ്റെ പരിഭാഷ, മലയാള പരിഭാഷ നടക്കുന്ന സമയമാണത്. ഭാര്യയും താനും കൂടെ വീണ്ടും ശുശ്രൂഷ തുടരുകയാണ്. രണ്ടാമത് പിറന്ന് 5 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത് പിറന്ന മകൾ 2 വയസ്സാകാൻ 1 മാസം ബാക്കി.
മാർത്താ സ്മിത്ത് എന്ന സുന്ദരിയായ കുഞ്ഞ്, അവളും ഇതുപോലെ മാരക രോഗം വന്ന് കോട്ടയം ചാലുകുന്നിൽ അവരുടെ ഭവനത്തിൽ മിഷൻ ഹൗസിൽ മരണപ്പെടുകയാണ്. ഈ കുഞ്ഞിനെയും ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഭക്തനായ ബെഞ്ചമിൻ ബെയ്ലി അതേ കുഴിമാടം വീണ്ടും തോണ്ടി ആ കുഞ്ഞിനെയും അവിടെ അടക്കി. ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോയില്ല. വേദപുസ്തകത്തിന്റെ പുതിയ നിയമ പരിഭാഷ അതിന് അവസാന ഘട്ടത്തിലാണ്. ദൈവത്തോടൊരു പരാതിയും പറഞ്ഞില്ല, സുവിശേഷ വില ഇട്ടെറിഞ്ഞു പോയില്ല. കർത്താവേ, എന്റെ വിളി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കർത്താവേ, നീ എന്നെ വിളിച്ച് നിന്റെ ശിഷ്യനാകാൻ വേണ്ടിയാണ്. കുരിശെടുക്കാതെ അനുധാവനം സാധ്യമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തമ്പുരാനെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തൻ്റെ മകൾ മരിച്ച അതേ വർഷം തന്നെ 1829 പുതിയ നിയമത്തിന് 500 പ്രതികൾ മലയാള ഭാഷയിൽ തൻ്റെ അച്ചടിശാലയിൽ പ്രിന്റ് ചെയ്ത് അദ്ദേഹം ഇറക്കി. പ്രിയരെ, ഇന്ന് വേദപുസ്തകം കൈകൊണ്ടെടുക്കാൻ നമുക്ക് ലജ്ജയാ. നമുക്കിന്നൊരു ഭാരമാത്. മൊബൈൽ ആപ്പുണ്ടെന്നാ പറയുന്നത്. വേദപുസ്തകത്തിന്റെ ആപ്പ് നിന്റെ ജീവിത മാപ്പാകും, സംശയമില്ല. വചനം ആപ്പിൽ വായിക്കേണ്ടതല്ല, ഇതിനു വേണ്ടി വില കൊടുത്തവരുണ്ട്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു മിസ്റ്ററി വീരനുണ്ട്. മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അഭിമാനത്തോടെ വേദപുസ്തകം ചുമക്കണം. ധൈര്യമായി വേദപുസ്തകം കയ്യിൽ ഏന്തണം. യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, മാസലാമണിയച്ചൻ പറയുന്നു, carry the Bible when you are young, when you become old the Bible will carry you. നീ യുവാവായിരിക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ നീ വചനം ചുമന്നാൽ, നീ പ്രായമാകുമ്പോൾ, നീ ക്ഷീണിതനാകുമ്പോൾ, നീ രോഗിയാകുമ്പോൾ, നീ കിടക്കെ അഭയം ചൊല്ലേണ്ടി വരുമ്പോൾ, നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ വചനത്തിലെ വാഗ്ദാനങ്ങൾ നിന്നെ ചുമക്കും. ഹല്ലേലൂയ. എന്നെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യാഗപീഠത്തിലേക്കുള്ള വഴി അത് സുഖകരമായ വഴിയല്ല, അത് ത്യാഗത്തിൻ്റെ വഴിയാണ്. മറക്കരുത് പ്രിയരെ. വേദപുസ്തകം എപ്പോൾ കയ്യിലെടുത്താലും ബെഞ്ചമിൻ ബെയ്ലി എന്ന ഭക്തനായ മനുഷ്യനെ ഓർത്ത് ഒരു നിമിഷം ഇനി സ്തോത്രം പറഞ്ഞോണം കേട്ടോ. അവർക്ക് മുമ്പേ നിത്യതയിലേക്ക് പോയ 2 കുഞ്ഞുങ്ങളെ ഓർത്ത്, സാമുവേൽ ബെക്വർത്ത്, മാർത്താ സ്മിത്ത് എന്ന 2 പിഞ്ചോമന കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. യാഗപീഠത്തിലേക്കുള്ള വഴി അത് ത്യാഗത്തിൻ്റെ വഴിയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇനി രാത്രിയിലെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. 1 മണിക്കൂർ സമയമാണ് എനിക്ക് തന്നത്. നാളെ അല്പം കൂടെ സമയം കിട്ടുമായിരിക്കാം. ഹല്ലേലൂയ. 5 മണിക്കൂർ യാത്ര ചെയ്താണ് ഞാൻ വരുന്നത് പ്രിയരെ. വെറുതെ വരികയല്ല. ഈ വചനം തമ്പുരാൻ ഏൽപ്പിച്ചത് കൊണ്ടാണ് പറയുന്നത്. ഇതിന് ഞാനും നിങ്ങളും കണക്ക് പറയണമല്ലോ പ്രിയരെ. നാളെ ഈ വചനം പ്രസംഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നാളെ കേൾക്കാൻ നിങ്ങൾ ഉണ്ടാകുമെന്നും അറിയില്ല. 71ാം കൺവെൻഷൻ ഈ അമരവിളയിൽ ഈ കാഞ്ഞിരംകുളത്ത് നടത്താൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ ആർക്കും കഴിയില്ല. ഒരു പ്രസംഗ പീഠത്തിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ദിസ് മേ ബി യുവർ ലാസ്റ്റ് സെർമൺ. ഇതൊരു പക്ഷേ നിന്റെ അവസാനത്തെ സന്ദേശമായിരിക്കാം എന്ന് പറഞ്ഞാൽ പറയേണ്ടതെല്ലാം നീ പറഞ്ഞോണം. നാളെ നിനക്ക് ഈ ജനത്തെ കിട്ടിയെന്ന് വരില്ല. നാളെ പറയാൻ നിനക്ക് അവസരമുണ്ടായി എന്ന് വരില്ല. നാളെ ജനം കേട്ടില്ലെന്ന് പറയാൻ ഇടയാകരുത്. 4ാമതായി ഒരു വഴിയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. way to altar is the way of holiness. യാഗപീഠത്തിലേക്കുള്ള വഴി ഒരു വിശുദ്ധിയുടെ വഴിയാണ്. ഇത് വേർപാടിൻ്റെ വഴിയാണ്. ഹല്ലേലൂയ. യാത്രയുടെ 3ാം ദിവസം അബ്രഹാം പിതാവ് ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. 5ാമത്തെ വാക്യം അങ്ങനെയാണ് പറയുന്നത്, മോറിയാമലയിലെ യാഗസ്ഥലം അബ്രഹാം കണ്ടു. അർത്ഥാൽ ദൈവം അബ്രഹാമിനെ അത് കാണിച്ചു കൊടുത്തു. എൻ്റെ വിശ്വാസ കണ്ണാൽ ഉയരങ്ങളിലെ യാഗസ്ഥലം അബ്രഹാമിനെ കാണാൻ കഴിഞ്ഞു. യാഗസ്ഥലത്തേക്ക് പോകുന്ന അബ്രഹാം പിതാവ് ഒരു ഉടമ്പടി ചെയ്യുകയാണ്, ഒരു തീരുമാനം. ഇത്രയും ദൂരം തൻ്റെ കൂടെ വിറക് ചുമ്മി തനിക്ക് സഹായികളായി വന്ന തൻ്റെ ബാല്യക്കാരോട് അബ്രഹാം പിതാവ് പറയുന്നു, ബാല്യക്കാരെ, നിങ്ങളിവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടുത്തോളം പോയി ആരാധന കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരാം. ഞാനും ബാലനും അവിടുത്തോളം പോയി ആരാധന കഴിക്കാം. ഡിസിഷൻ ടു സെപ്പറേറ്റ് ആണ്. നമുക്കൊരു വേർപാട് ആവശ്യമാണ്. ബാല്യക്കാർ എനിക്ക് വേണം, എനിക്ക് ആടുമാടുകൾ വേണം, എനിക്ക് പൊന്നും വെള്ളിയും ഒക്കെ വേണം, എനിക്ക് ഭൂമി വേണം, എല്ലാ ഭൗതികമായ നേട്ടങ്ങൾ വേണം, അതൊക്കെ വേണം. പക്ഷേ അതൊന്നും എൻ്റെ ആരാധന ജീവിതത്തിന് തടസ്സമാകാൻ പാടില്ല.
ദൈവത്തിൻ്റെ കൽപ്പനയുടെ പൂർത്തീകരണത്തിന്, യാഗാർപ്പണത്തിന് ഒരു കാരണവശാലും എൻ്റെ ഭൗതികമായ നന്മകൾ തടസ്സം നിൽക്കാൻ പാടില്ല. ദൈവകൽപ്പനയുടെ പൂർത്തീകരണത്തിന്, യാഗാർപ്പണത്തിന്, മോറിയ മലയിലെ ആരാധനയ്ക്ക് തടസ്സമായി തീരാൻ സാധ്യതയുള്ള ബാല്യക്കാരെ അബ്രഹാം പിതാവ് ബോധപൂർവം മലയുടെ അടിവാരത്ത് തന്നെ നിർത്തി. തൻ്റെ ആരാധന ജീവിതം കളങ്കപ്പെടാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രിയരെ, മോറിയ ഈസ് എ കോൺസിക്രേറ്റഡ് പ്ലേസ്. മോറിയ മലമുകൾ എന്ന് പറയുന്നത് ദൈവം വേർതിരിച്ച ദൈവത്തിൻ്റെ മണ്ണാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട സ്ഥലമാണ് മോറിയ. ഹല്ലേലൂയ, മറന്നു പോകരുത്. ഈ യാഗസ്ഥലത്തേക്ക് വരാൻ വിളി ലഭിച്ചത് അബ്രഹാമിന് മാത്രമാണ്, ബാല്യക്കാർക്ക് വിളി ലഭിച്ചിട്ടില്ല. വിളി ലഭിക്കാത്തവൻ വിശുദ്ധ മണ്ണിൽ കാലുകുത്താൻ പാടില്ല. ബാല്യക്കാരെ, വേർതിരിക്കപ്പെട്ട സ്ഥലത്ത് പോകുവാൻ അനുവാദം എനിക്ക് മാത്രമാണ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ, ദൈവകൽപ്പനകൾ പാലിപ്പാൻ, ദൈവ വഴികളിൽ നടക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും അകറ്റി നിർത്തുവാൻ കഴിയുന്നവർക്ക് മാത്രമേ വിലയേറിയ യാഗമർപ്പിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. നാം അർപ്പിക്കേണ്ട യാഗം എന്താണ് പ്രിയരെ? റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, 12-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. സബ്മിറ്റ് യുവർ ബോഡി ആസ് എ ലിവിങ് സാക്രിഫൈസ്. അബ്രഹാം പിതാവ് മോറിയ മലമുകളിൽ യാഗമർപ്പിക്കാൻ കടന്നുപോയെങ്കിൽ നാം ഈ രാത്രി അർപ്പിക്കേണ്ട യാഗം നമ്മുടെ ജീവിതത്തെ ദൈവമുമ്പാകെ യാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കേണ്ടത്? അതിന് കാരണം പൗലോസ്ലീഹ കൊരിന്ത്യ സഭയോട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 3:16 എന്നാണ് നമ്മുടെ വായിക്കുന്നത്, അല്ലയോ കൊരിന്ത്യരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ കുടികൊള്ളുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്, നിങ്ങളും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാക്കി തീർക്കാനുള്ള വിളിയാണ് നിങ്ങളുടേതെന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് തമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്തിനാണ് പ്രിയരെ? ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം കുതിരശക്തി എന്നല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യം സിംഹത്തിൻ്റെ ബലമെന്നല്ല കർത്താവ് പറഞ്ഞത്. പിന്നെയോ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ആവശ്യം പ്രാവിൻ്റെ വിശുദ്ധിയും പാമ്പിൻ്റെ ബുദ്ധിയുമാണ്. എന്താണ് പാമ്പിൻ്റെ ബുദ്ധി? പാമ്പിൻ്റെ ബുദ്ധി മറ്റൊന്നല്ല, താൻ പോകുന്ന വഴിക്ക് അപകടമുണ്ടെങ്കിൽ പാമ്പിന് അത് തിരിച്ചറിയാനുള്ള ത്രാണി ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട്. പോകുന്ന വഴി അപകടമുണ്ടെങ്കിൽ പാമ്പാ വഴി പോകില്ല, വേറെ വഴിയായി പോകും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഈ രാത്രി പോകുന്ന വഴികളിൽ, പുലർത്തുന്ന ബന്ധങ്ങളിൽ, കാണുന്ന കാഴ്ചകളിൽ, ജീവിതത്തിന് രഹസ്യ അനുഭവങ്ങളിൽ അപകടമുണ്ട്, അനർത്ഥമുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നിരന്തരമായി ബോധ്യപ്പെടുത്തിയിട്ടും ഇന്നും ആ വഴിയിലൂടെ തന്നെ നീ മനഃപൂർവ്വമായി യാത്ര ചെയ്യുന്നുവെങ്കിൽ ഈ വഴി അപകടമാണ്.